മേരി ശ്രീയെ തന്നെ നോക്കി നിൽക്കുന്നത് കണ്ട് ലിയ ശ്രീകുട്ടിയുടെ പിന്നിൽ നിന്നും അവളുടെ തോളിൽ പിടിച്ചു നിന്നുകൊണ്ട് മേരിയെ നോക്കി. മമ്മയ്ക്കിത് ആരാണെന്ന് മനസ്സിലായില്ലേ? ഇതാണ് ശ്രീഭദ്ര. നമ്മൾ രാമനങ്കിളിനോട് ഇവിടേക്ക് കൊണ്ടുവരാൻ പറഞ്ഞിരുന്നില്ലേ? ആ മുതലാണിത് എന്ന് പറഞ്ഞ് ലിയ ശ്രീയെ നോക്കി കണ്ണടച്ച് കാണിച്ചു. ശ്രീ മേരിയെ നോക്കി പുഞ്ചിരിച്ചു. മേരി അവളുടെ തലയിൽ തലോടി. മോൾ അകത്തേക്ക് കയറി വാ എന്ന് പറഞ്ഞ് അവളുടെ കൈ പിടിച്ച് ഉള്ളിലേക്ക് കയറി. ഉള്ളിലേക്ക് കയറിയതും ശ്രീകുട്ടിയുടെ ഹൃദയം ഇടിക്കാൻ തുടങ്ങി. തനിക്ക് വേണ്ട എന്തോ ഒന്ന് ഇവിടെ ഉണ്ട് എന്ന് തൻ്റെ ഹൃദയം പറയുന്നത് പോലെ തോന്നി അവൾക്ക്. എന്നെ അകത്തേക്ക് വിളിക്കുന്നില്ലേ മമ്മ? ഞാൻ വരണ്ടേ? നീ വരണമെന്നില്ല, വേണമെങ്കിൽ കയറി വാടി എന്ന് പറഞ്ഞ് മേരി ലിയയെ പുച്ഛിച്ചു. അതിൽ കൂടുതൽ തിരിച്ച് മേരിയെ പുച്ഛിച്ച് അകത്തേക്ക് കയറി ലിയ. അപ്പോഴേക്കും അമ്മച്ചി വന്ന് ശ്രീയെ പരിചയപ്പെട്ടു. സുമ വന്നില്ലടി? ഇല്ലമ്മച്ചി, ആൻറ്റി അങ്കിളുടെ കൂടെ വരാമെന്ന് പറഞ്ഞു. ഇവൾ ശരിക്കും പാറുവിൻ്റെ പോലെയുണ്ട് അല്ലേ മേരി? അതേ അമ്മച്ചി. വാ മക്കളെ, നിങ്ങൾക്ക് ഞാൻ കഴിക്കാനെടുക്കാം. വേണ്ട ആൻറ്റി, ഞാൻ കഴിച്ചു. ലിയക്ക് വേണമെങ്കിൽ കഴിച്ചോ? എനിക്കൊന്നും വേണ്ട, ഞാനും അവിടെ നിന്ന് കഴിച്ചതാണ്. നീ വാടി ശ്രീ, നമുക്ക് എൻ്റെ മുറിയിൽ പോവാം എന്ന് പറഞ്ഞ് ലിയ അവളെ വിളിക്കാൻ നിന്നതും അവിടേക്ക് കാശി വരുന്നത് കണ്ടതും ലിയ അവനെ തന്നെ നോക്കി നിന്നു. ലിയയുടെ അനക്കം കാണാത്തത് കൊണ്ട് ശ്രീ തല ഉയർത്തി നോക്കി. നടന്നു വരുന്ന ആളെ നോക്കി നിൽക്കുന്ന ലിയയാണ്. കാശിയെ ലിയ കണ്ടതും അവനും അവളെ നോക്കി. പെട്ടെന്ന് നോട്ടം മാറ്റി ശ്രീയെ നോക്കി നെറ്റി ചുളിച്ചു. അവൻ അവരുടെ അടുത്തേക്ക് വന്നു നിന്നു. അന്നമ്മച്ചിയോട് ശ്രീ ആരാണെന്ന് ചോദിച്ചു. ആരാ അമ്മച്ചി ഇത്? ഇത് നീ കാണാൻ ആഗ്രഹിച്ച ആള് തന്നെയാണ്. അപ്പോഴും അവൻ ആരാ ഞാൻ കാണാൻ ആഗ്രഹിച്ചെന്ന് ആലോചിച്ചുകൊണ്ടിരുന്നു. ഓ എൻ്റെ കാശി, നിങ്ങളുടെ പാറുവമ്മയുടെ ഒരേ ഒരു മകള്. കാശി ഞെട്ടി ശ്രീയെ നോക്കി. പിന്നെ വേഗം പോയി അവളെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു. ശ്രീ, ഏട്ടൻ്റെ മോളെ എന്ന് പറഞ്ഞ് അവളെ അവൻ ചേർത്ത് പിടിച്ചു. അവൻ്റെ കണ്ണ് നിറഞ്ഞിരുന്നു. തൻ്റെ അച്ഛനോട് താൻ എപ്പോഴും പറയുന്നതാണ് ശ്രീയെ ഇവിടേക്ക് കൊണ്ടുവരാൻ. പക്ഷേ അച്ഛൻ അവിടുത്തെ മുത്തശ്ശന് കൊടുത്ത വാക്കിൽ തൻ്റെ ആവശ്യം അംഗീകരിച്ചില്ല. അതുകൊണ്ട് മാത്രം താൻ അച്ഛനോട് ദേഷ്യപ്പെട്ട് സംസാരിച്ച് വീട്ടിൽ നിന്നിറങ്ങി. ലിയയ്ക്ക് ഇത് കണ്ട് ചെറിയ കുശുമ്പുണ്ട്. പിന്നെ അവൾ ചിരിച്ചുകൊണ്ട് അവരുടെ അടുത്ത് പോയി. അതെ, ഞങ്ങളിവിടെ നിൽക്കുന്നുണ്ട്, അത് ഓർമ്മ വേണം 2 പേർക്കും. എന്തോ അവൾക്ക് 2 പേരും നിൽക്കുന്നത് ഇഷ്ടമായില്ല. അത് കേട്ട് അവർ 2 പേരും ചിരിച്ചുകൊണ്ട് മാറി നിന്നു. നോക്കിയത് സുമയെയും രാമൻ്റെയും മുഖത്തേക്കാണ്. കാശി വേഗം ചെന്ന് രാമനെ കെട്ടിപ്പിടിച്ചു. എന്നോട് മാത്രം കാശിന് സംസാരിക്കാൻ താല്പര്യമില്ലാത്തേ ഉള്ളൂ, ബാക്കിയുള്ളവരോട് എല്ലാം നല്ല രീതിയിൽ മിണ്ടാൻ അറിയും എന്ന് പറഞ്ഞ് ലിയ അവളുടെ മുറിയിലേക്ക് പോയി. അവളുടെ കണ്ണ് നിറഞ്ഞിരുന്നു. താൻ കാശിയോട് ഇഷ്ടം പറഞ്ഞത് മുതൽ അവൻ തന്നെ ഒഴിവാക്കാൻ നോക്കിയതാണ്. എന്നെ അങ്ങനെ കണ്ടിട്ടില്ല എന്നും ഇപ്പോൾ പഠിക്കേണ്ട സമയമാണെന്നും പറഞ്ഞ് വലുതാകുമ്പോൾ ആ ഇഷ്ടം പോകുമെന്ന് പറഞ്ഞ് തൻ്റെ ഇഷ്ടം തട്ടിക്കളഞ്ഞു. എന്നെ ഇഷ്ടമല്ലെങ്കിൽ ഇനി ഞാൻ അങ്ങരോട് ഇഷ്ടം പറഞ്ഞ് മുന്നിൽ പോകില്ല എന്ന് പറഞ്ഞ് അവൾ ബെഡിൽ കയറി കിടന്നുകൊണ്ട് അവൾ ഓരോന്ന് പറയുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കാശി വന്നതും ഡോർ ലോക്ക് ചെയ്തതുമൊന്നും അവൾ അറിഞ്ഞില്ല. കാശി ലിയയുടെ അടുത്ത് വന്ന് കിടന്ന് അവളുടെ അരയിലൂടെ കൈ ചുറ്റിപ്പിടിച്ച് അവൾ ഞെട്ടിപ്പിടിഞ്ഞ് എണീറ്റ് നോക്കിയപ്പോൾ അതാ ഇളിച്ചുകൊണ്ട് നിൽക്കുന്നു കാശി. ലിയയുടെ കണ്ണ് വിടർന്നു. ഇനി ഞാൻ സ്വപ്നം കാണുകയാണോ കർത്താവേ എന്ന് പറഞ്ഞ് അവൾ അവനെ നോക്കിയിരുന്നു. ഇത് ഞാൻ സ്വപ്നം കാണുകയാണ്, അല്ലാതെ ഇങ്ങേരി ഇവിടെ വരികയോ ഒരിക്കലും വരില്ല എന്ന് പറഞ്ഞവൾ പിന്നെയും ബെഡിലേക്ക് കിടന്നുകൊണ്ട് കണ്ണടച്ചു. ഇതെല്ലാം കണ്ട് കാശിക്ക് ചിരി വന്നിരുന്നു. അവൻ ചിരി കടിച്ചു പിടിച്ചിരുന്ന് പിന്നെ അവളുടെ മേലെ കയറി കിടന്നു. തൻ്റെ മേലെ എന്തോ ഭാരം പോലെ തോന്നിലിയെ കണ്ണു തുറന്നു. കാശി അവളുടെ അതിരങ്ങളെ അവൻ കവർന്നു. അവളുടെ കണ്ണ് പിടഞ്ഞു. പിന്നെ പെട്ടെന്ന് ബോധം വന്നവൾ അവനെ തള്ളി മാറ്റാൻ നോക്കി. അവൻ അവളുടെ അരയിൽ അമർത്തി പിടിച്ച് അവളുടെ ഇരു ചുണ്ടുകളെയും അതിവരവോളം നുകർന്നുകൊണ്ടിരുന്നു. അവളും തിരിച്ച് അവൻ്റെ അതിരങ്ങളെ കവർന്നു. അവൻ്റെ മുടിയിൽ പിടിച്ചുകൊണ്ട് അവൻ അവളുടെ ചുണ്ടിൽ കടിച്ചു പിടിച്ചു വിട്ടു. അവൻ കിതച്ചുകൊണ്ട് അവളുടെ കഴുത്തിൽ മുഖം പൂഴ്ത്തി. അവൾ പിടഞ്ഞുകൊണ്ട് അവനെ തള്ളി മാറ്റാൻ നോക്കി. അടങ്ങിക്കിടക്കടി അവിടെ എന്നവൻ്റെ ശബ്ദമുയർന്നതും അവൾ അടങ്ങിക്കിടന്നു. അവൻ മുഖം ഉയർത്തി അവളെ നോക്കി. പിന്നെ ബെഡിലേക്ക് ഇറങ്ങിക്കിടന്നു. ലിയ, അവൻ അവളുടെ ചെവിയിൽ വിളിച്ചു. അവൾ കഴുത്ത് ചരിച്ചു വെച്ച് അവൻ അവളെ തൻ്റെ നേരെയായി കിടത്തി. എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ് ലിയ. അന്ന് നിന്നോട് അങ്ങനെ പറഞ്ഞത് നിന്റെ പ്രായത്തിലുള്ള കുഴപ്പമാണെന്ന് വിചാരിച്ചു. പക്ഷേ എന്നെ കാണുമ്പോൾ നിന്റെ കണ്ണിലുള്ള തിളക്കം ഇനിയും എനിക്ക് എൻ്റെ പ്രണയത്തെ കണ്ണടച്ച് നിൽക്കാൻ കഴിയില്ല. കാരണം നീ എൻ്റെ പ്രാണനാണ് എന്ന് പറഞ്ഞ് അവൻ അവളുടെ നെറ്റിയിൽ അവൻ്റെ അതിരങ്ങൾ പതിപ്പിച്ചു. ഇതേ സമയം നമ്മുടെ ശ്രീകുട്ടി ലിയയെ തിരഞ്ഞുകൊണ്ട് നടക്കുവാണ്. ലിയ ഇവിടെ എൻ്റെ ദേവിയെ, ഞാൻ അവളെ ഇവിടെ പോയി കണ്ടുപിടിക്കാനാണ്.
അമ്മമാർ അടുക്കളയിലാണ്. രാമച്ചൻ പുറത്തുപോയി. അന്നമ്മച്ചിയുടെ കൂടെ കുറച്ചു നേരം സംസാരിച്ചിരുന്നു. പിന്നെ തന്നോട് ലിയയുടെ അടുത്ത് പൊക്കോ എന്ന് പറഞ്ഞ് റൂം ഏതാണ് എന്ന് ചോദിക്കാതെ തന്നെ മുകളിലേക്ക് പോന്നു. ഇനി അവൾ ഈ മുറിയിൽ ഉണ്ടാവുമോ എന്ന് പറഞ്ഞ് അവൾ വാതിൽ തുറന്ന് ഉള്ളിലേക്ക് കയറിയതും ശ്രീ എന്തിലോ ചെന്നിടിച്ചു. അവൾ മുഖം ഉയർത്തി നോക്കിയപ്പോൾ നിറയെ രോമങ്ങൾ നിറഞ്ഞ നെഞ്ചിൽ പറ്റിക്കിടക്കുന്ന സ്വർണത്തിൻ്റെ കുരിശുമാലയായിരുന്നു അവൾ കണ്ടത്. അവൾ ഞൊടിയിടയിൽ പിറകോട്ട് മാറി തൻ്റെ മുന്നിൽ നിൽക്കുന്ന ആളെ നോക്കി. ഒരു ടവലാണ് വേഷം. ശരീരത്തിൽ നിറയെ വെള്ളത്തുള്ളികൾ പറ്റിപ്പിടിച്ചിരിക്കുന്നു. അവളുടെ കണ്ണുകൾ അവൻ്റെ കഴുത്തിൽ എത്തി നിന്നു. അവൾ ഉമിനീരിറക്കിപ്പോയി. പിന്നെ താടിയുടെയും മീശയുടെയും ഇടയിൽ കുഞ്ഞു ചുണ്ട്. അതിന് പിങ്ക് കളറാണ്. അവൾക്കതിൻ്റെ രുചി നുണയാൻ തോന്നി. അവളുടെ ചെന്നൈയിൽ കൂടെ വിയർപ്പൊഴുകി ഇറങ്ങി. അവളുടെ കൈ ദാവണിയിൽ മുറുക്കെ പിടിച്ചു. ഇതുവരെ തനിക്ക് തോന്നാത്ത വികാരം തന്നെ പൊതിയുന്നത് അവൾ അറിഞ്ഞു. അവൾ വേഗം തിരിഞ്ഞു നിന്നു. അപ്പോഴാണ് അവന് ബോധം വന്നത്. അവൻ്റെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നു. തിരിഞ്ഞു നിൽക്കുന്നവളെ കയ്യിൽ പിടിച്ചു വലിച്ച് മുഖത്തിന് നിട്ടൊന്ന് പൊട്ടിച്ചു. അവൾ നിലത്തേക്ക് വീണുപോയി. എവിടെ നോക്കിയാണ് വരുന്നത്? ഒരു മുറിയിൽ വരുമ്പോൾ വാതിൽ മുട്ടി വരണമെന്ന് തനിക്കറിയില്ലേ? തന്നെ ഒക്കെ ജോലിക്കെടുത്ത മമ്മയെ പറഞ്ഞാൽ മതിയല്ലോ. അതിനെങ്ങനെ? വീട്ടുകാരെ പറഞ്ഞാൽ മതിയല്ലോ. അതിന് വീട്ടുകാരുണ്ടോ? ജോലിക്കാർ തന്നെ കെട്ടിയോളാണ്. അല്ല പിന്നെ, എൻ്റെ വീട്ടുകാരെ പറയാനേ തനിക്ക് എന്ത് അധികാരമാണുള്ളത്? അവൾ ചീറിക്കൊണ്ട് അവനോട് പറഞ്ഞു. അവളുടെ പെട്ടെന്നുള്ള പെരുമാറ്റത്തിൽ അവനൊന്ന് പതറി. ഡി, എൻ്റെ വീട്ടിൽ, അതും എൻ്റെ മുറിയിൽ എന്നോട് ചോദിക്കാതെ കയറി വന്നതും പോരാ, എന്നിട്ട് എന്നോട് കുരക്കുന്നോ? കുരക്കാൻ ഞാനെന്താ പൊട്ടിയാണോടോ? രണ്ടുപേരും പോരുകോഴികളെ പോലെ വഴക്കിടാൻ തുടങ്ങി. ഡെവി ഒന്ന് പറയും, ശ്രീ 10 പറയും. ഇവരുടെ ശബ്ദം കേട്ട് അടുക്കളയിൽ കുറ്റം പറഞ്ഞിരുന്നവരും റൊമാൻസിച്ചുകൊണ്ടിരുന്ന ലിയയും കാശിയും എല്ലാവരും റൂമിലെത്തി നോക്കിയപ്പോൾ പകച്ചുപോയി എല്ലാവരും. ഡെവി ശ്രീയുടെ കയ്യിൽ പിടിച്ച് തിരിച്ചു നിർത്തിയിരിക്കുന്നു. അവൾ കിടന്ന് കുതറുന്നുണ്ട്. വായിൽ വന്നത് തെറി മുഴുവൻ അവൾ അവനെ വിളിക്കുന്നുണ്ട്. അതിനനുസരിച്ച് അവളുടെ കൈ അവൻ പിടിച്ചു തിരിക്കുന്നു. അവളുടെ കണ്ണ് നിറഞ്ഞൊഴുകുന്നുണ്ട്. എങ്കിലും അവൾ തെറി വിളിക്കുന്നത് നിർത്തിയിരുന്നില്ല. ഇനിയും ഇങ്ങനെ തുടർന്ന് അവളുടെ കൈയിൻ്റെ പണി തീരുമെന്ന് മനസ്സിലായ മേരി അവനെ പിടിച്ചു മാറ്റി. ഡെവി, അവളെ വിട്, നീ എന്തായി ചെയ്യുന്നത് എന്ന് പറഞ്ഞ് മേരി ശ്രീയെ പിടിച്ചു മാറ്റി. അവളുടെ കൈയും മുഖവും കണ്ട് അവർ ഞെട്ടി. പെട്ടെന്ന് ശ്രീ ബാക്കിൽ എല്ലാം കണ്ടു നിൽക്കുന്ന രാമനെ കണ്ട് അവൾ ഓടിപ്പോയി രാമനെ കെട്ടിപ്പിടിച്ചു. എന്നെ ഇവിടെ നിന്ന് കൊണ്ടുപോ രാമച്ച, എനിക്കിവിടെ നിൽക്കണ്ട എന്ന് പറഞ്ഞ് അവൾ കരഞ്ഞു. ഇത് കേട്ട അബ്രഹാമിന് ദേഷ്യം വന്നു. രാമൻ അബ്രഹാമിനെ കൊണ്ടുവരാൻ പോയതായിരുന്നു. തൻ്റെ പാറക്കുട്ടിയുടെ മകളെ കാണാൻ ഓടി വന്നതായിരുന്നു. അയാൾ വേഗം ചെന്ന് ഡെവിയുടെ കവിളിൽ ആഞ്ഞടിച്ചു. എല്ലാവരും ഞെട്ടി എബ്രാഹിമിനെ നോക്കി. ഡെവി തറഞ്ഞു നിന്നു. ഒരു വേലക്കാരിക്ക് വേണ്ടി തൻ്റെ ഡാഡി തൻ്റെ മേൽ കൈവച്ചിരിക്കുന്നു. അവൻ ദേഷ്യവും സങ്കടവും വന്നു. അവൻ ഡ്രസ്സിംഗ് റൂമിൽ പോയി ഡ്രസ്സ് മാറി കാറെടുത്തു പോയി. അവൻ്റെ പിന്നാലെ പോകാൻ നിന്ന കാശിയെ പോലും കൂട്ടിയില്ല. ഇച്ചായ, ഞാനൊന്നും ചെയ്തിട്ടില്ല, എന്നെ വിശ്വസിക്ക്, അവൾ അവൻ്റെ കാൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു. അവൻ അവളെ കാലുകൊണ്ട് തട്ടിമാറ്റി. മതിഭദ്ര, നിന്നെ ഞാൻ വിശ്വസിച്ചു, അതിനെനിക്ക് കിട്ടി. കണ്ണിൽ കണ്ടവന്മാരുടെ കൂടെ അഴിഞ്ഞാടി നടന്ന് നിന്നെ എനിക്ക് വേണ്ട, എവിടെയെങ്കിലും പൊക്കോ. ഇച്ചായ, അങ്ങനെയൊന്നും പറയല്ലേ, ഞാൻ ലിയ പറഞ്ഞിട്ടാ പോയത്. നിന്നെ പോലെ ഉള്ളവളല്ല എൻ്റെ ലിയ മോള് എന്ന് പറഞ്ഞ് അവൻ അവളെ തള്ളി താഴെയിട്ട് അവൾ കൈകൊണ്ട് തൻ്റെ വയറിനെ പൊതിഞ്ഞ് ഒരു കവചം പോലെ പിടിച്ചു. ഇച്ചായ, ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ, ഇച്ചായനൊരു അച്ഛനാവാൻ പോവുകയാണ് എന്ന് പറയാൻ നിൽക്കുമ്പോഴേക്കും പിന്നെ അവൻ പറഞ്ഞ വാക്കിൽ അവൾ ഞെട്ടിപ്പോ അവനെ നോക്കി. നിന്നെ പോലെ വിഷം മാത്രമുള്ളിൽ നിറഞ്ഞ് ഒരു പെണ്ണിനെ ജീവിതകാലം മുഴുവൻ ചുമക്കേണ്ട ഗതികേടൊന്നും എനിക്കില്ല. അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി. ഇച്ചായ, എന്നെ വിശ്വാസമില്ലേ? ഇല്ല. എന്ന് നീ എൻ്റെ വാക്ക് കേൾക്കാതെ അവനെ കാണാൻ പോയോ, അപ്പം മുതൽ നിന്നെ എനിക്ക് വിശ്വാസമില്ലാതെയായി. ഇപ്പം ഇറങ്ങണം ഇവിടെ നിന്നും. ഞാനാണ് നിന്നെ ഇവിടേക്ക് കൊണ്ടുവന്നത്. അപ്പോൾ തന്നെ എവിടെ പോയിക്കോട്ടെ എന്ന് വിചാരിച്ചാൽ മതിയായിരുന്നു. രാമൻ പറയുന്നത് കേട്ട് അവൾ അയാളെ നോക്കി. പിന്നെ ഒന്ന് ചിരിച്ചു. ഞാൻ പോവാണ് രാമച്ച. അവളുടെ കണ്ണു നിറഞ്ഞു. അയാൾ ദേഷ്യം കൊണ്ട് മുഖം തിരിച്ചു. അവൾ ആ വീടിൻ്റെ പടികടക്കാൻ നിന്നതും ഡേവിഡ് അവളെ വിളിച്ചു. പോകാൻ വരട്ടെ, ഒരു നിമിഷം. ശ്രീയുടെ നിറഞ്ഞൊഴുകുന്ന കണ്ണുകളിൽ ഡെവി നോക്കി നിന്നു. പിന്നെ എന്തോ ഓർത്ത് മിഴികൾ പിൻവലിച്ചു. ശ്രീയോട് ചേർന്ന് നിന്ന് അവനെന്തോ ചെയ്യാൻ പോകുന്നതെന്നറിയാതെ അവളുടെ മിഴികൾ പിടച്ചു. അടുത്ത നിമിഷം തൻ്റെ താലി അടിച്ചെടുത്ത് ഒരു ഞെട്ടലോടെ അവൾ നോക്കി നിന്നു. അരുതെന്ന് പറയാനോ പ്രവർത്തിക്കാനോ അവൾക്കായില്ല. നിർവികാരത അവളുടെ മിഴികളിൽ തളം കെട്ടി. ഇനി എൻ്റെ പേരുള്ള മിന്ന് നിനക്കിനി ആവശ്യമില്ല. ഇനി നിനക്കാർക്കൊപ്പം എവിടെയും സ്വാതന്ത്ര്യത്തോടെ അഴിഞ്ഞാടി നടക്കാം. ഞാനുമായുള്ള ജീവിതമോ നിനക്കതിനൊരു തടസ്സമാവില്ല.
ഞങ്ങളുടെ മകൻ്റെ ജീവിതം നശിപ്പിച്ച പാപികളാ. ഞങ്ങൾ നിന്നെ ഒരുപാട് വിശ്വസിച്ചു. അതിന് ഞങ്ങൾക്ക് കിട്ടി. നിന്നോട് ഞങ്ങൾക്കിണകിയ സ്നേഹം ആത്മാർത്ഥതയല്ലെന്ന് നിനക്ക് തോന്നുന്നുണ്ടെങ്കിൽ, നന്മയുടെ ഒരു അംശം നിന്നിലുണ്ടെങ്കിൽ, ഇനി എൻ്റെ മകൻ്റെ ജീവിതത്തിൽ കരടായി നീ വരരുത് ഒരിക്കലും. ഇതൊരമ്മയുടെ അപേക്ഷയായി കണ്ടാൽ മതി. വേണ്ട, ആരും അപേക്ഷിക്കേണ്ട. ഞാൻ വാക്ക് തരാം, അമ്മയുടെ മകൻ്റെ ജീവിതത്തിൽ ഒരു കരടായി ഇനി ശ്രീ ഉണ്ടാവില്ല. നിറഞ്ഞൊഴുകിയ മിഴികൾ വാശിയോടെ തുടച്ചുകൊണ്ട് അവൾ മേരിയോട് പറഞ്ഞു. ശ്രീ പതിയെ സുമയുടെയും രാമൻ്റെയും കാശിയുടെയും അരികിലേക്ക് നടന്നു. അപ്പോഴും അവൾക്ക് മുഖം കൊടുക്കാതെ വെറുപ്പോടെ മുഖം തിരിച്ച് ശ്രീയുടെ ചുണ്ടിലൊരു ചിരി തെളിഞ്ഞു, വേദനയോടെയുള്ള ചിരി. അമ്മ, അച്ഛേ, ഏട്ടാ, ഞാൻ. അവളുടെ വാക്കുകൾ മുറിഞ്ഞു. സോറി, ഇനി ഞാൻ അങ്ങനെ വിളിക്കില്ല നിങ്ങളെ എന്ന് പറഞ്ഞവൾ മേരിയുടെയും എബ്രഹാമിൻ്റെയും അടുത്ത് വന്ന് കൈകൂപ്പി. ഞാൻ കാരണം നിങ്ങളുടെ മകൻ്റെ ജീവിതം നശിക്കില്ല. ഒരിക്കലും ഞാൻ ഇനി ഡേവിഡ് എബ്രഹാമിൻ്റെ ജീവിതത്തിലേക്ക് മടങ്ങി വരില്ല എന്ന് ഞാൻ നിങ്ങൾക്ക് വാക്കു നൽകുന്നു. ഇത് പറഞ്ഞ് അവൾ ഡേവിഡിൻ്റെ അരികിൽ വന്നു നിന്നു. നമ്മളിലെ പ്രണയം തോറ്റുപോയത് തെറ്റിദ്ധാരണ നമുക്കിടയിൽ വന്നപ്പോഴാണ്. സ്വയം തിരിച്ചറിയുമ്പോഴേക്കും ഏറെ ദൂരം താണ്ടിയിട്ടുണ്ടാവും. ഇനിയൊരിക്കലും ഞാൻ നിങ്ങളെ സ്നേഹിക്കില്ല, നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരികയുമില്ല. അവൻ്റെ മുഖത്തേക്ക് നോക്കി ഉറച്ച ശബ്ദത്തിൽ പറഞ്ഞു. ഇനി ഭദ്രയില്ല, മരിച്ചുപോയി. അല്ല, നിങ്ങൾക്കൊന്നു ഭദ്രയെ. പിന്നെ എന്നെങ്കിലും സത്യം നിങ്ങൾ അറിഞ്ഞാൽ വരരുത് എന്നെ അന്വേഷിച്ച്. വന്നോൽ. അവൾ കത്തുന്ന കണ്ണുകൊണ്ട് എല്ലാവരെയും നോക്കി പറഞ്ഞുകൊണ്ട് അവൾ പുറത്തേക്ക് ഇറങ്ങി പോകുന്നതിന് മുൻപ് ലിയയെ നോക്കി. അവൾ ശ്രീയുടെ നോട്ടം കണ്ടതും തല താഴ്ത്തി. അവളുടെ കണ്ണിൽ നിന്നും കണ്ണുനീർ ഒഴുകി. ശ്രീ പുറത്തേക്ക് കടന്നതും പുലിക്കാട് വീട്ടിലെ വാതിൽ അവളുടെ മുന്നിൽ അടഞ്ഞു. അവളുടെ കണ്ണു നിറഞ്ഞു. അവൾ കണ്ണു തുടച്ച് പിന്നെ വയറിൽ പതിയെ കൈവച്ചു. കുഞ്ഞിന് അമ്മയുണ്ട്, അത് മതിയെന്ന് പറഞ്ഞു. അവൾ നടന്നു. കുറച്ചു ദൂരം ചെന്നതും അവളുടെ പിന്നിൽ ആരൊക്കെയോ ഉള്ളതുപോലെ തോന്നി. അവൾ തിരിഞ്ഞു നോക്കി. തൻ്റെ പിന്നാലെ വന്നുണ്ട് രണ്ടാൾക്കാരെ കണ്ടതും അവൾക്ക് പേടി തോന്നി. അവൾ വേഗം ഓടി. അവൾക്ക് കൂട്ടായി മഴയും വന്നെത്തി. ഏറെ ദൂരം പിന്നിട്ടതൊന്നും അവൾ അറിഞ്ഞില്ല. മനസ്സിനും ശരീരത്തിനും തളർച്ച ബാധിക്കുന്നത് അവൾ അറിയും മുൻപേ ഏതോ വാഹനത്തിൻ്റെ പ്രകാശത്താൽ അവൾ തളർന്നു വീണിരുന്നു. അമ്മേ! അവൾ ഞെട്ടിയെണീറ്റു. പിന്നെ തൻ്റെ അടുത്ത് കിടക്കുന്ന ആദുട്ടനെ നോക്കി. വിരൽ വായിലിട്ട് കിടക്കുന്നു. അവൾ അവനെ നോക്കി. പിന്നെ മുടി വാരിക്കെട്ടി ബാത്റൂമിലേക്ക് പോയി. മുഖം കഴുകി വന്നു. പിന്നെ ആദുട്ടൻ്റെ അടുത്ത് വന്ന് വീഴാതിരിക്കാൻ ഒരു തലയിണ വെച്ചവൾ പുറത്തേക്ക് നടന്നു.